ഹായ് ഓൾ ഓഫ് യു, വെൽക്കം ബാക്ക് ടു എ ന്യൂ ക്ലാസ്. നമ്മളിപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന പേപ്പർ ഏതാണ്? ഇ ബിസിനസ് ആൻഡ് സൈബർ ലോസ് അല്ലേ? അപ്പോൾ ഇ ബിസിനസ് ആൻഡ് സൈബർ ലോസിലെ ബ്ലോക്ക് നമ്പർ 2 ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലോക്ക് നമ്പർ 2 ഈ ബിസിനസ് ടെക്നോളജീസ് എന്ത് ചെയ്യാം എന്ന് പറയാം. ഈ ബിസിനസ് ടെക്നോളജീസ്. ഇപ്പോൾ എന്താണ് ഈ ബിസിനസ് ഉള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ ബ്ലോക്കിൽ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബിസിനസ് ഇലക്ട്രോണിക് ബിസിനസ് എന്ന് നമ്മൾ വിളിക്കുന്ന എന്താണ്, വിച്ച് മീൻസ് വി ക്യാൻ കണ്ടക്ട് ദ ബിസിനസ് ത്രൂ ദ ഇന്റർനെറ്റ് ഓഫ് ടെക്നോളജീസ് എന്ത് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റും അല്ലേ? അപ്പോൾ നമ്മളുടെ ബിസിനസ് ത്രൂ ആൻ ഇന്റർനെറ്റ് മീഡിയം വഴി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അതിന് വിളിക്കുന്ന പേരാണെന്ത്? ഈ ബിസിനസ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബിസിനസ്സിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടെക്നോളജീസ് ഏതൊക്കെയാണ്? അപ്പോൾ എന്തൊക്കെ ടെക്നോളജീസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ ബിസിനസ് സ്മൂത്ത് ആവാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? അപ്പോൾ അതിനെക്കുറിച്ചുള്ള എന്താണ് ഒരു ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബ്ലോക്കിൽ 3 യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് യൂണിറ്റ് നമ്പർ 1 കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന് എന്ത് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എന്താണ് CRM? ഓക്കെ, അതിന്റെ വിവിധ ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അപ്പോൾ ബിഫോർ ദാറ്റ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളിപ്പോൾ ഏതൊരു സ്ഥാപനം എത്ര വലിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും കസ്റ്റമേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്വം എന്താണ് നമുക്കുണ്ട്. കാരണം എന്താണ്, കസ്റ്റമേഴ്സ് ആർ ദ കിങ് ഓഫ് ദ മാർക്കറ്റ്. ഇന്ന് നമ്മളുടെ കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങിയ ഒരാൾ പോയി കഴിഞ്ഞാലും അയാൾ നാളെ നമ്മൾ എന്താ പറയുക, പിന്നെ കടയിലേക്ക് തന്നെ അയാൾ വരണം. അപ്പോൾ അതാണ് എന്ത്, ഈ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റിന്റെ ഉദ്ദേശം. യു ക്യാൻ ടു മേക്ക് എന്താണ് ബെറ്റർ കസ്റ്റമർ റിലേഷൻഷിപ്പ് വിത്ത് ദ മാനേജ്മെന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, അത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, അതിൽ ഇൻട്രഡക്ഷൻ ടു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. ഇപ്പോൾ എന്താണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പോൾ ഇറ്റ് മീൻസ് എന്താണ്, ഇറ്റ് മീൻസ് ബിൽഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് സ്ട്രോങ് റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ്. ഇറ്റ് വാസ് എ സിമ്പിൾ ഡെഫിനേഷൻ. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ കസ്റ്റമേഴ്സായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കുക. അതാണ് എന്ത്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഇന്നൊരു കസ്റ്റമർ വന്നു, നാളെയും ആ കസ്റ്റമറെ നമ്മളുടെ കടയിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ്സിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള എല്ലാ മാനേജ്മെന്റ് ടെക്നിക്സും എന്ത് ചെയ്യുക, നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് കൊണ്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്നത്, എന്ത് ചെയ്യുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം മാർക്കറ്റിംഗ് സ്റ്റേജ്. അപ്പോൾ അതെന്താണ്, മാർക്കറ്റിംഗ് സ്റ്റേജ് മുതലേ സ്റ്റാർട്ട് ചെയ്യും. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന മുതലേ നമ്മൾ എന്ത് ചെയ്യണം, കസ്റ്റമറെ നമ്മളുടെ മൈൻഡിൽ കാണണം. എന്നിട്ട് ആ കസ്റ്റമർ എന്ത് ചെയ്യണം, നമ്മളുടെ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്ത്, അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് കണ്ടിന്യൂ ഈവൻ ആഫ്റ്റർ സെയിൽ എന്ന് എന്ത് ചെയ്യാം നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം എൻ്റെ ഒരു പ്രൊഡക്റ്റ് ഒരു കസ്റ്റമറിന് വിറ്റ് കഴിഞ്ഞാൽ ഞാനും കസ്റ്റമർ തമ്മിലുള്ള ബന്ധം എന്ത് ചെയ്യുന്നില്ല, അവിടെ അവസാനിക്കുന്നില്ല. കാരണം കസ്റ്റമേഴ്സിന് ആഫ്റ്റർ സെയിൽ സർവീസ് ഞാൻ എന്ത് ചെയ്യണം, കൊടുക്കണം. കസ്റ്റമേഴ്സിന് എന്തെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, കസ്റ്റമേഴ്സിനെ കറക്റ്റായിട്ട് വിളിച്ച് പറയണം അല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാണ്ട് കസ്റ്റമേഴ്സിൻ്റെ ഇടയിലേക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ട്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷനാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഒരു ദൃഢ ബന്ധം എന്ത് ചെയ്യും, സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യും അവിടെ പറ്റുന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റോ കാര്യങ്ങളോ തുടങ്ങിക്കഴിഞ്ഞാൽ, ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ കാണില്ലേ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു എന്താ പറയുക, ഒരു കാർഡ് ഹോൾഡർ ആണെങ്കിൽ, ഇപ്പോൾ ലുലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ നിങ്ങൾക്ക് ഒരു കാർഡ് ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് നിരന്തരം എന്ത് ചെയ്യുന്നുണ്ട്, ആ സൂപ്പർ മാർക്കറ്റിൽ നിന്നും നിങ്ങൾക്ക് വാട്സപ്പ് വഴി എന്ത് ചെയ്യുന്നുണ്ട്, മെസ്സേജ് വരുന്നില്ലേ, എന്താണ്, ഇന്ന് ഓഫറുകളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണത്, ബിക്കോസ് ഓഫ് എന്താണ്, ബിക്കോസ് ഓഫ് ദാറ്റ് ബിസിനസ് ഈസ് നീഡ്സ് യുവർ പ്രസൻസ് ഇൻ ദാറ്റ് ഏരിയ എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ ബിസിനസ്സിന് എന്ത് വേണം, നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നിങ്ങളെ അവരിലേക്ക് എത്തിക്കാൻ അവരെ എന്തും ചെയ്യും എന്നുള്ളതാണ്. അതിനാണ് എന്ത് പറയുന്നത്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് നമുക്ക് എന്ത് പറയാം, അങ്ങനെ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഫോക്കസ് ചെയ്യുന്നതാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്, കസ്റ്റമർ ലോയാലിറ്റി ആണ്. കസ്റ്റമേഴ്സിന് നമ്മളുടെ ബിസിനസ്സിനോട് എന്ത് ചെയ്യുക, ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് ലീഡ്സ് ടു റിപ്പീറ്റ് പർച്ചേസസ്. അതിൻ്റെ ഏറ്റവും വലിയ ഗോൾ അതാണ്. ഇപ്പോൾ കസ്റ്റമേഴ്സിനെ കൊണ്ട് എന്ത് ചെയ്യുക, വീണ്ടും സാധനങ്ങൾ വാങ്ങിപ്പിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എന്ത്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ത് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് വൈ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ള കാരണം എന്താണ്, കസ്റ്റമർ ഈസ് ദ കിങ് ഓഫ് എനി ബിസിനസ്. അപ്പോൾ ഏതൊരു ബിസിനസ് ആണെങ്കിലും ആ ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കിങ് ആരാണ്, കസ്റ്റമേഴ്സ് ആണ്. കാരണം കസ്റ്റമേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സിന്റെ റിവ്യൂ പോലെയാണ് നമ്മളുടെ ബിസിനസിന്റെ എന്ത്, ഗുഡ് വിൽ എന്ന് പറയുന്നത്. നമ്മളൊരു ബിസിനസ് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റ് അവർ യൂസ് ചെയ്ത് നല്ല ഗുഡ് റിവ്യൂ അവർ തരികയാണെങ്കിൽ എന്താണ്, നമ്മളുടെ ബിസിനസിന്റെ എന്താണ്, റെപ്യൂട്ടേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. ഈ ബിസിനസ് സർവൈവൽ ഡിപ്പെൻഡ്സ് ഓൺ മീറ്റിംഗ് കസ്റ്റമർ നീഡ്സ് എന്ത് ചെയ്യാം നമുക്ക് പറയാം. ഇന്ന് കസ്റ്റമർ എന്താണോ ആഗ്രഹിക്കുന്നത്
അവരാഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആഗ്രഹത്തെ സഫലീകരിക്കുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും, ദാറ്റ് സർവൈവൽ. അപ്പോൾ അതാണ് സർവൈവൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ബിസിനസ്സിന് എന്ത് ചെയ്യാൻ പറ്റും, നിലനിന്ന് പോകാൻ പറ്റും. ഓക്കെ, പിന്നെ എന്താണ് ആഫ്റ്റർ സെയിൽസ് സർവീസ് എന്ന് പറയുക. അപ്പോൾ എന്തൊക്കെയാണ്, റീറ്റെയിനിങ് കസ്റ്റമേഴ്സിനെ എന്ത് ചെയ്യുക, നിലനിർത്തി കൊണ്ടുപോവുക, പിന്നെ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുക, ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക, പിന്നെ എന്താണ് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുക, നമ്മൾ ബിൽഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ എന്താണ് ഒരു ആഫ്റ്റർ സെയിൽസ് സർവീസിന്റെ എന്താണ് ഒരു ഭാഗമാണെന്ന് എന്ത് ചെയ്യാം നമുക്ക് പറയാം. ഓക്കെ, ഇനി മുന്നേ ഉള്ള കസ്റ്റമർ റിലേഷൻസ് ഇപ്പോൾ ഇന്ന് കുറെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ കുറെ മുന്നേ, ഇപ്പോൾ ഇന്നത്തെ കാലമല്ല, കുറെ മുൻ വർഷങ്ങളിൽ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ എങ്ങനെയായിരുന്നു കസ്റ്റമർ റിലേഷൻസ് നോക്കിയാണ്. ഇൻ ഏർലിയർ ടൈംസ് മെർച്ചന്റ് ബിൽഡ് ബിസിനസ് ഓൺ ട്രസ്റ്റ്, ദ കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റ് ഡെലിവറി ആൻഡ് പേയ്മെന്റ് ടു സ്യൂട്ട് ഇൻഡിവിജ്വൽ കസ്റ്റമർ നീഡ്സ്. ഇപ്പം ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഓരോ കസ്റ്റമേഴ്സിന് വേണ്ടത് എന്താണോ അതാണ് എന്ത് ചെയ്യുന്നത് അവർ പ്രൊഡ്യൂസ് ചെയ്ത് എന്താ പറയുക ഡെലിവറി ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പാണ് എന്ത് ചെയ്യുന്നത് അവിടെ ഉണ്ടായിരുന്നത്. ഇറ്റ്സ് ബിയോണ്ട് ജസ്റ്റ് സെല്ലിംഗ്, സോഷ്യൽ ബോണ്ടിങ്. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ വെറുതെ വിൽക്കുക എന്നുള്ളതല്ല, അപ്പോൾ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുക അല്ലേ, ഒരു റിലേഷൻ അല്ലേ. നമ്മളിപ്പോൾ എന്താണ് നമ്മളുടെ പ്രൊഡക്റ്റ് വിൽക്കുന്നതിലൂടെ കസ്റ്റമറായിട്ട് എന്ത് ചെയ്യുക ഒരു ബന്ധം സ്ഥാപിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു സോഷ്യൽ റിലേഷൻ ആണ് എന്ത് അതെന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റിൽ എക്സിസ്റ്റ് ടുഡേ ഇൻ സ്മോൾ ആൻഡ് ട്രഡീഷണൽ മാർക്കറ്റ്. ഇപ്പൊ ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബന്ധം ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്, നിലനിന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ പല ബിസിനസ്സിലും എന്ത് ചെയ്യുന്നുണ്ട് കസ്റ്റമേഴ്സിന് ഇപ്പോൾ ചില ആളുകൾ പറയും ആ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാൽ മാത്രമേ ഞാൻ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ എന്ന് പറയാനുള്ള കാരണം എന്താണ്, റിപ്പീറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാനുള്ള ടെൻഡൻസി വരുന്നത് എന്തുകൊണ്ടാണ്, ബിക്കോസ് ഓഫ് ദർ ഇസ് എ സ്ട്രോങ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഇൻ ദാറ്റ് ബിസിനസ് എന്ത് ചെയ്യാൻ നമുക്ക് പറയാം. ഇനി വരുന്നത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനൊക്കെ. അപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനൊക്കെ നിങ്ങൾ പിന്നെ കുറച്ച് കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനൊക്കെ മാസ് പ്രൊഡക്ഷൻ, പേഴ്സണൽ ഇൻട്രാക്ഷൻ റെഡ്യൂസ്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനൊക്കെ സംഭവിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്, അവിടെ പ്രൊഡക്ഷൻ വളരെയധികം കൂടി, മാസ് പ്രൊഡക്ഷൻ എന്ന് പറയാം. പക്ഷെ അവരെന്തില്ല, കസ്റ്റമേഴ്സിന് അധികം ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ടു ലോവർ കോസ്റ്റ് ബിസിനസ് ഷിഫ്റ്റ് ടു ഫോക്കസ് എഫിഷ്യന്റ് പ്രൊഡക്ഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യാം നമുക്ക് പറയാം. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ബിസിനസ്സിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, കുറച്ചുകൂടി പ്രൊഡക്ഷൻ എഫിഷ്യൻ്റ് ആക്കി, പിന്നെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. പിന്നെന്താണ് ഇന്റർമീഡിയറീസിന് എന്ത് ചെയ്തു നമ്മൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോൾ ഇന്റർമീഡിയറീസ് ആരൊക്കെയാണ്, ഹോൾസെയിലേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, റീറ്റെയിലേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് ഹാൻഡിൽഡ് ലോജിസ്റ്റിക്സ് ആൻഡ് കസ്റ്റമർ ഇന്ററാക്ഷൻ. അങ്ങനെ എന്താണ് എവോൾവ് ചെയ്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ എന്തുണ്ട് ഒരു ഇന്റർമീഡിയറി ഉണ്ട് അല്ലേ. ഇപ്പോൾ കസ്റ്റമേഴ്സിന്റെയും ബിസിനസിന്റെ ഇടയിൽ കസ്റ്റമേഴ്സിന്റെ കാര്യങ്ങൾ കേൾക്കാനും ബിസിനസ്സിന് കസ്റ്റമേഴ്സിനോട് പറയാനുള്ള കാര്യങ്ങൾ പറയാനും അങ്ങനെ ഒരു ഇന്റർമീഡിയറി ഉണ്ട് എന്നുള്ളതാണ്. ദർ ഇസ് എ കസ്റ്റമർ റിലേഷൻ മാനേജർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് എന്ത് വന്നു ബിസിനസ്സിൽ ഇപ്പോൾ വന്നു. കസ്റ്റമർ റിലേഷൻ മാനേജർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്, സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ ഒരുപാട് എന്തുണ്ട് കസ്റ്റമേഴ്സുമായിട്ട് ബന്ധം സ്ഥാപിച്ചെടുക്കാനുള്ള വിവിധ പോസ്റ്റുകൾ, വിവിധ ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട് ബിസിനസ്സിൽ ഇപ്പം വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി കസ്റ്റമർ ലോയാലിറ്റിയിൽ വരുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? അപ്പോൾ ബിൽഡിംഗ് ലോയാലിറ്റി ഇസ് നോട്ട് ഈസി അല്ലേ. അപ്പോൾ കസ്റ്റമേഴ്സായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എന്തല്ല, അതും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇറ്റ് റിക്വസ്റ്റ് ടൈം, ട്രസ്റ്റ്, ഹോണസ്റ്റി എന്നൊക്കെ എന്ത് ചെയ്യാൻ നമുക്ക് പറയാം. അപ്പോൾ ഒരുപാട് സമയം എടുക്കും. പിന്നെ ട്രസ്റ്റ്, ഹോണസ്റ്റി, ആഡ് വാല്യൂ ആൻഡ് ബ്രാൻഡിങ് എന്നൊക്കെ പറഞ്ഞ എന്താണ്, അതൊക്കെ ഇതിന് വേണ്ട ചില കാര്യങ്ങളാണ് ലോയാലിറ്റിക്ക്. അപ്പോൾ മെനി ബിസിനസ് ഇൻവെസ്റ്റ് ഹെവിലി ഇൻ CRM. അപ്പോൾ ഒരുപാട് ബിസിനസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കസ്റ്റമേഴ്സിനെ കുറിച്ച് പഠിക്കാനും പിന്നെ എന്താ പറയുക അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ബിസിനസ് എന്ത് ചെയ്യുന്നുണ്ട് ഇന്ന് ഈ ഒരു മേഖലയിലേക്ക്, എന്താ പറയുക ഈ ഒരു ടോപ്പിക്കിലേക്ക്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് ബിസിനസ് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്സ് കോർ എന്താണ് പ്രിൻസിപ്പിൾസ് ആണ്. ട്രൂ ലോയാലിറ്റി നീഡ്സ് കൺസിസ്റ്റന്റ് ആൻഡ് മീനിങ് എൻഗേജ്മെന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നല്ലൊരു ട്രൂ ലോയാലിറ്റി, ഇപ്പോൾ കസ്റ്റമേഴ്സിന് അത്രയധികം നമ്മളുടെ ബിസിനസ്സുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എന്ത് വേണം, അത്രയും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ത് വേണം നമുക്ക് വേണം എന്നുള്ളതാണ്. ദാറ്റ് ഈസ് കോൾഡ് ബിൽഡിംഗ് ലോയാലിറ്റി എന്ന് എന്ത് ചെയ്യാം നമുക്ക് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് വാട്ട് ബിൽഡിംഗ് ലോയാലിറ്റി. അങ്ങനല്ലേ, നമ്മളിപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും ഒരു കസ്റ്റമറായിട്ട് ബന്ധം സ്ഥാപിച്ചെടുക്കാൻ പറ്റില്ല. നിരന്തരം നമ്മൾ നല്ല സർവീസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ കസ്റ്റമേഴ്സിന് നമുക്കൊരു ഒരു അടുപ്പം ഉണ്ടാവുള്ളൂ. ലോയാലിറ്റി മീൻസ് അടുപ്പം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ് എവല്യൂഷൻ ഓഫ് ടു CRM. അപ്പോൾ നമ്മളിപ്പോൾ CRM എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വരെ ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എത്തി. എന്താ CRM എന്താണ്? മാർക്കറ്റിംഗ് പോലെ എന്താണ് ഇപ്പോൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്തല്ല, നേരിട്ടുള്ള ഫേസ് ടു ഫേസ് അല്ല, നമുക്ക് ഓൺലൈൻ വഴി എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് CRM എന്ന് എന്ത് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, CRM ഇറ്റ്സ് ഓൾസോ കോൾഡ് വാട്ട് ഇലക്ട്രോണിക് CRM. ഇറ്റ് യൂസസ് എന്തൊക്കെയാ, സിമ്പിൾ ആയിട്ട് നിങ്ങൾ കോമൺ സെൻസിൽ ആലോചിക്കുക. എന്ത് എന്താ പറയുക ഇലക്ട്രോണിക് ആയിട്ട് വരുന്ന ബിസിനസ്സോ CRM ഉണ്ടെങ്കിലോ അവിടെ എന്തുണ്ടാവും, രണ്ട് ടെക്നോളജി ഉണ്ടാവും. ദാറ്റ് ഈസ് വൺ ഈസ് കോൾഡ് ഇന്റർനെറ്റ്, പിന്നെ എന്താണ് മറ്റ് ഡിജിറ്റൽ ടൂളുകൾ ഉണ്ടാവും. ഇറ്റ് ഇസ് മാനേജ് എന്താണ്, ഇറ്റ് ഇസ് മാനേജ് കസ്റ്റമർ റിലേഷൻസ്. ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അതിന്റെ പർപ്പസ് എന്താണ്, ഇപ്പോൾ ഇന്റർനെറ്റും മറ്റ് ടെക്നോളജീസ് മറ്റ് ഡിജിറ്റൽ ടൂളുകളും വെച്ചുകൊണ്ട് നല്ലൊരു കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു
പ്രോസസ്സിന് പറയുന്ന പേരാണെന്ത് ഇലക്ട്രോണിക് CRM എന്ന് പറയുന്നത്. അതിൽ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് തന്നെ അത് എന്ത് ചെയ്യാൻ പറ്റും, കോൺസെപ്റ്റ് അറിയാണെങ്കിൽ നിങ്ങൾ ഫീച്ചേഴ്സ് എന്ത് ചെയ്യുക, അതിനെ സബ് ഡിവൈഡ് ചെയ്ത് എഴുതിയാൽ മതി. ഇതിനാണ് എന്ത് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. കസ്റ്റമർ അക്വിസിഷൻ ആണ്. അതുപോലെ തന്നെ എന്താണ് റിയൽ ടൈം സർവീസ് കൊടുക്കാൻ പറ്റും മൊബൈലിലൂടെ അല്ലേ. ഇപ്പോൾ എല്ലാ ഷോപ്പിനും എന്തുണ്ട്, ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആ ആപ്ലിക്കേഷനിലൂടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കംപ്ലയിൻസ് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾക്ക് മെയിൽ വരും, കൊറീസ് വരും അല്ലേ. പിന്നെ ഡാറ്റ ഡ്രൈവൺ പേഴ്സണലൈസേഷൻ കമ്മ്യൂണിക്കേഷൻ ഒക്കെ എന്തുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ മൊബൈൽ CRM എനാബിൾസ് എനിവെയർ എനി ടൈം സർവീസ് ആണ്. നിങ്ങളിപ്പോൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ആ ബിസിനസ്സുമായിട്ട് അല്ലെങ്കിൽ ആ ബിസിനസ്സുമായിട്ട് ആ പ്രൊഡക്റ്റുമായിട്ട് എന്തെങ്കിലും കംപ്ലയിൻസോ എന്തുണ്ടെങ്കിലും എന്ത് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ആസ് എ കസ്റ്റമർ നിങ്ങൾ എന്ത് ചെയ്യും, അവർ ഓൺലൈനായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ AI ഒക്കെ വന്നു. എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ബിസിനസ്സിന് അവിടെ ഒരു വ്യക്തി ഉണ്ടാവില്ല. AI ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്. കസ്റ്റമേഴ്സിന്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് എന്ത് വന്നു, സോഫ്റ്റ്വെയർസ് വന്നു, ഓട്ടോമാറ്റിക് സോഫ്റ്റ്വെയർസ് വന്നു, ഇവന് റോബോട്ട്സ്, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ഒരു റെവല്യൂഷൻ തന്നെ എന്ത് വരും കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റിൽ ഇനി വരാൻ പോവുകയാണ്. ഓക്കെ, ഇനി കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റിലെ ഡിസൈൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾക്ക് ഒരു essay ടോപ്പിക്കായിട്ട് വരാൻ പോകുന്ന ഒരു ഏരിയ ആണ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഡിസൈൻസ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ വിച്ച് മീൻസ് നമ്മൾ കമ്പനീസ് എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരുമായിട്ട് എങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കേണ്ടത്. അപ്പോൾ അത് ഓരോ ബിസിനസ്സിന് ഓരോ ടൈപ്പാണ്. ലാർജ് ബിസിനസ് മീൻസ് ബിഗ് കമ്പനീസ് എന്ത് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റും. ടാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബിഗ് കമ്പനിയാണ്. ഇൻഫോസിസ് എന്താണ്, ഒരു ബിഗ് കമ്പനിയാണ്. അപ്പോൾ അത്രയും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനീസ് എന്ത് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒന്ന് കൊടുത്തതാണ് സെയിൽസ് ഫോഴ്സ് ആണ്. അപ്പോൾ വെരി പവർഫുൾ CRM ദാറ്റ് ക്യാൻ ഡു ഓൾമോസ്റ്റ് എനിത്തിങ്. പവർഫുൾ CRM എന്നാണ്. നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് എന്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. സെയിൽസിൽ സപ്പോർട്ട് ചെയ്യാം, മാർക്കറ്റിംഗിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, റിപ്പോർട്ട്സിൽ എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. ഒരു ബിഗ് കമ്പനി ലൈക്ക് ടാറ്റ മോട്ടോഴ്സ് യൂസസ് എന്നാണ് സെയിൽസ് ഫോഴ്സ് ടു മാനേജ് കസ്റ്റമർ എൻക്വയറി. ഒരു സെയിൽസ് ഫോഴ്സ് മീൻസ് ഒരു സെയിൽസ് ടീമാണ്. കസ്റ്റമേഴ്സിന്റെ കംപ്ലയിൻസ് ഒക്കെ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്ത് കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങൾ കേട്ടുകൊണ്ട് അവർക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു കൈൻഡ് ഓഫ് യൂണിറ്റിന് എന്താണ് നമ്മൾ പറയുന്നതാണ് സെയിൽസ് ടീമിന് പറയുന്ന പേരാണ് സെയിൽസ് ഫോഴ്സ്. അപ്പോൾ അത്രയും അധികം ആളുകൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റിൽ ഉണ്ടായിരിക്കണം. ഇവിടെ ബിഗ് കമ്പനീസിൽ. അപ്പോൾ അതാണ് അവരുടെ എൻക്വയറീസും സെയിൽസ് റിപ്പോർട്ടും കംപ്ലയിൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓരോ ഷോറൂംസിലും ഇപ്പോൾ വലിയൊരു കമ്പനിക്ക് വ്യത്യസ്ത ബ്രാഞ്ചുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാ ബ്രാഞ്ചിലും എന്ത് വേണം, ഒരു സെയിൽസ് ടീം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിനെ പറയുന്ന പേരാണത് സെയിൽസ് ഫോഴ്സ് എന്ന് പറയുന്ന കാരണം അതാണ്. പിന്നെ വരുന്നത് സോഹോ CRM. ഇത് വേറൊരു തരത്തിലുള്ള ഒരു ഡിസൈനാണ്. സോഹോ CRM എന്ന് പറയുന്ന ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് ഡിസൈനാണ്. ഇവിടെ എന്താ പറയുന്നത്, ഈസിയർ ദാൻ സെയിൽസ് ഫോഴ്സ്. നമ്മളിപ്പോൾ പഠിച്ച സെയിൽസ് ഫോഴ്സിനെക്കാട്ടും കുറച്ചുകൂടി ഈസിയർ ആണ്. ഇറ്റ് കണക്ട് വിത്ത് സോഹോ മെയിൽ. ഒരു മെയിൽ വഴിയാണ് എന്ത് ചെയ്യുന്നത്, കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത് ത്രൂ എ സോഹോ മെയിൽ. അതുപോലെ തന്നെ സോഹോ ബുക്കുകളുണ്ട്. പിന്നെന്താണ് ആൻഡ് മോർ എന്ന് പറയാം. ഒരു IT കമ്പനി എക്സാമ്പിൾ നോക്കുക. ബിഗ് IT കമ്പനി യൂസസ് സോഹോ CRM ടു സെൻഡ് ബിൽസ് ടു ക്ലയൻസ്, റിപ്ലൈ ടു കസ്റ്റമർ ഇമെയിൽസ് ആൻഡ് ട്രാക്ക് സെയിൽസ് ഇൻ ഓൾ അറ്റ് വൺ പ്ലേസ്. നമുക്ക് സോഹോ CRM മീൻസ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റിലൂടെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റും. എന്തൊക്കെ ചെയ്യാൻ പറ്റും, ക്ലയൻസിന്, ഇപ്പോൾ നമ്മളുടെ ബിസിനസിന്റെ ക്ലയന്റ് ആരാണ്, കസ്റ്റമേഴ്സാണ്. കസ്റ്റമേഴ്സിന് ബില്ല് ഓട്ടോമാറ്റിക് ആയിട്ട് കൊടുക്കാം. അവരുടെ പിന്നെ കംപ്ലയിൻസിന് അല്ലെങ്കിൽ അവർ തരുന്ന മെയിൽസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ എത്രത്തോളം സെയിൽസ് നടന്നു, അപ്പോൾ ആരൊക്കെ നമ്മളുടെ സാധനങ്ങൾ വാങ്ങിച്ചുള്ളൂ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ ഈ 3 സർവീസസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒറ്റ ഫോമിൽ എന്താണ്, ദാറ്റ് മീൻസ് ദാറ്റ് സോഹോ CRM എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഓൾ ഇൻ വൺ പ്ലേസ് എന്നുള്ള ഒരു ടാഗ് ലൈൻ എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ വിളിക്കാൻ പറ്റും. അതിനാണ് എന്ത് പറയുന്നത്, സോഹോ CRM എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടെണ്ണമാണ് നമ്മളിപ്പോൾ ബിഗ് കമ്പനീസിന് ഉള്ളത്. എന്തൊക്കെയാണ്, ഒന്ന് സെയിൽസ് ഫോഴ്സ് ഉണ്ട്, പിന്നെന്താണ് സോഹോ CRM ഉണ്ട്. ഇത് നമ്മൾ ഫോർ സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്. ഇപ്പോൾ സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സിന് ഇപ്പോൾ അത്രയും ക്യാപിറ്റൽ, ഒരു മീഡിയം ടേം ക്യാപിറ്റലുള്ള ബിസിനസ്സാണ്. അതിന് വരുന്നതാണ് HubSpot CRM ഉണ്ട്. എന്താണ്, വെരി സിമ്പിൾ ആൻഡ് ഫ്രീ ടു സ്റ്റാർട്ട് ആണ് HubSpot CRM. നമുക്ക് വളരെ എളുപ്പത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഡിസൈനാണ് HubSpot എന്ന് പറയുന്നത്. ഗുഡ് ഫോർ സ്മോൾ ബിസിനസ് ടു ഗെറ്റ് എന്താണ് ന്യൂ കസ്റ്റമേഴ്സ്. അപ്പോൾ പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടാൻ വേണ്ടി ചെറിയ വ്യവസായങ്ങൾക്ക് അല്ലെങ്കിൽ ചെറിയ ബിസിനസ്സിന് ഏറ്റവും അധികം അനുയോജ്യമായിട്ടുള്ള ഒന്നാണ്. ഒരു എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ എ സ്മോൾ ബേക്കറി യൂസസ് HubSpot ടു കളക്ട് ഇമെയിൽ ഫ്രം വെബ്സൈറ്റ് വിസിറ്റേഴ്സ് ആൻഡ് സെൻഡ് ദം ഓഫേഴ്സ് ഓൺ കേക്ക് ഡ്യൂറിംഗ് ഫെസ്റ്റിവൽസ്. ഇവിടെ എന്താണ്, നമ്മളിപ്പോൾ ഒരു ബേക്കറി ഉണ്ടെന്ന് വിചാരിക്കാം. ആ ബേക്കറിയിൽ എന്തുണ്ട്, നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇപ്പോൾ www.falconbakes.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ വെറുതെ എത്ര ആളുകൾ വെബ്സൈറ്റിൽ എൻക്വയറി നടത്തിയിട്ടുള്ള എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വെബ്സൈറ്റിലൂടെ, നമുക്ക് ഇല്ലെങ്കിൽ എന്താ പറയുക HubSpotലൂടെ. HubSpot മീൻസ് ആളുകൾ കൂടിച്ചേരുന്ന ഒരു സ്ഥലം എന്ത് ചെയ്യാൻ പറയാൻ പറ്റും. ഈ വെബ്സൈറ്റിൽ എത്ര ആളുകൾ ഹിറ്റ് ചെയ്തിട്ടുണ്ട്, എത്ര ആളുകൾ വെബ്സൈറ്റിൽ കയറി നോക്കിയിട്ടുള്ള എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അറിയാൻ പറ്റും. എന്നിട്ട് അവരുടെ മെയിലിലേക്ക് എന്ത് ചെയ്യുക, നമ്മളുടെ ഓഫേഴ്സ്, നമ്മളിപ്പോൾ കേക്കിന് ഓഫേഴ്സ് ഉണ്ടെങ്കിൽ അത്, അപ്പോൾ അങ്ങനെയൊക്കെ ബേക്കറി പ്രൊഡക്റ്റിന്റെ ഓഫേഴ്സ് എന്ത് ചെയ്യുക, നമ്മൾ അയച്ചു കൊടുക്കുക. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം, അവർ റിപ്ലൈ ചെയ്യണം. അപ്പോൾ അതിനെ പറയുന്ന പേരാണത് HubSpot CRM എന്ന് എന്ത് ചെയ്യാം, നമുക്ക് അതിനെ അങ്ങനെ വിളിക്കാം. ഓക്കെ,
ഇവിടുന്ന് നെറ്റ് ഹണ്ട് CRM. നെറ്റ് ഹണ്ട് CRM എന്നാണ് ഇറ്റ് വർക്ക്സ് ഇൻസൈഡ് ജിമെയിൽ. ഒരു ജിമെയിലിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണത് നെറ്റ് ഹണ്ട് CRM എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് വർക്ക്സ് ഇൻസൈഡ് ജിമെയിൽ എന്ന് പറയാം. ഇറ്റ്സ് ഗ്രേറ്റ് ഫോർ പീപ്പിൾ ഹു യൂസ് ഇമെയിൽ എ ലോട്ട് എന്ന് നമുക്ക് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം ഇമെയിൽസ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് കുറച്ചുകൂടി അനുയോജ്യമായിട്ടുള്ള ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഡിസൈനാണ് നെറ്റ് ഹണ്ട് CRM. എക്സാമ്പിൾ വായിച്ചാൽ കുറച്ചുകൂടി മനസ്സിലാവും. എ ഫ്രീലാൻസ് ടീച്ചർ യൂസസ് നെറ്റ് ഹണ്ട് ടു എന്താണ് സേവ് സ്റ്റുഡൻസ് ഇമെയിൽസ്, ട്രാക്ക് ക്ലാസ്സസ് ആൻഡ് സെൻഡ് ഹോംവർക്ക് റിമൈൻഡേഴ്സ് ഫോർ എന്താണ് ഫ്രം ജിമെയിൽ ഇറ്റ് സെൽഫ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമെയിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തോളൂ കാര്യങ്ങളൊക്കെ. അതാണ് വിത്ത് ഇൻസൈഡ് ദ ജിമെയിൽ നെറ്റ് ഹണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ടീച്ചറുടെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്റ്റുഡൻസ് ആണല്ലേ. അപ്പോൾ സ്റ്റുഡൻസിന് അവർക്ക് എന്താ പറയുക, അവർക്ക് ഇപ്പോൾ പിന്നെ ഇമെയിൽസ് കൊടുക്കാനും അതുപോലെ തന്നെ ക്ലാസ്സസ് ട്രാക്ക് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ അവരുടെ ഹോംവർക്ക് റിമൈൻഡ് ചെയ്യിക്കാനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് മീൻസ് എന്ത് ചെയ്യാൻ പറ്റും? ടീച്ചേഴ്സിന് എന്ത് ചെയ്യാം? ഈ ഒരു നെറ്റ് ഹണ്ട് CRM യൂസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമെയിൽസ് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് എല്ലാ മെസ്സേജസും ഫോർവേഡ് ചെയ്തോളൂ അല്ലെ. അതൊരു ബന്ധം ഉണ്ടാക്കി എടുക്കല്ലേ സ്റ്റുഡൻസുമായിട്ട്, അങ്ങനെ പറയാം. പിന്നെ വരുന്നതാണ് എന്ത്? ഫ്രഷ് വർക്ക് CRM. എന്താ ഫ്രഷ് വർക്ക് CRM? ഇവിടെ AI ആണ് യൂസ് ചെയ്യുന്നത്. നേരത്തെ സൂചിപ്പിച്ച കാര്യമാണത്. ഇവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത് ടു റിമൈൻഡ് യു വാട്ട് ടു ഡു നെക്സ്റ്റ്. അടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യും? AI ടൂൾ പറഞ്ഞു തരും. കസ്റ്റമേഴ്സിനോട് അടുത്ത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ എന്താണ് ഇവിടെ എക്സാമ്പിൾ, ഇവന്റ് പ്ലാനർ യൂസ് ഫ്രഷ് വർക്ക് ടു ഗെറ്റ് അലേർട്സ് ലൈക്ക് എന്താണ് കോൾ മിസ്റ്റർ രവി ടുഡേ ഫോർ വെഡിങ് കോട്ട് എന്നാണ് ഫോളോ അപ്പ്. അപ്പോൾ എന്താണ് ഒരു ഇവന്റ് പ്ലാനർ, ഇപ്പോൾ ഒരു മാരേജ് ഇവന്റ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ വാട്ട് എവർ ദി ഇവന്റ്, അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റിമൈൻഡർ വരികയാണത് ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു സിറി ആക്കില്ല, നമ്മൾ ആപ്പിൾ ഫോണിൽ സിറി സംസാരിക്കില്ലേ, അപ്പം അതുപോലെ ഒരു കാര്യം. ഇനി വരുന്നതാണ് മൺഡേ CRM. മൺഡേ ഒരു ടേമാണ്. CRM കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. ഇവിടെ എന്താ പറയുന്നത്? ലുക്സ് ലൈക്ക് കളർഫുൾ ടാസ്ക് ബ്രോഡ് യു ക്യാൻ മാനേജ് വർക്ക് ലൈക്ക് ടു എ ഡു ലിസ്റ്റ്. നമ്മളിപ്പോൾ എന്താ പറയുക, നിങ്ങൾക്കിത് പറഞ്ഞു തരും ഇപ്പോൾ എന്തൊക്കെയാണ് ഇന്ന് കസ്റ്റമേഴ്സുമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഡു ലിസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും അവിടെ പറഞ്ഞു തരും. ഇവിടെ എക്സാമ്പിൾ എന്താ പറയുന്നത്? എ വെബ്സൈറ്റ് ഡിസൈൻ ടീം യൂസസ് മൺഡേ CRM ടു പ്ലാൻ പ്രൊജക്ട്, ചാറ്റ് വിത്ത് ക്ലയന്റ്, ട്രാക്ക് ഡെഡ് ലൈൻസ് അല്ലേ. ഇതെല്ലാം ഒരു സ്ക്രീനിൽ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓൾ ഇൻ വൺ സ്ക്രീൻ എന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെ ചെയ്യുന്നത്? ഇവിടെ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്ന ഒരു ബിസിനസ് അവർ ചെയ്യുന്ന എന്തൊക്കെയാണ്? ഒരു മൺഡേ CRM അവർ യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? പ്രൊജക്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്, കസ്റ്റമേഴ്സുമായിട്ട് അല്ലെങ്കിൽ ക്ലയൻസുമായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഡെഡ് ലൈൻസ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ 3 കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി വരുന്നതാണ് എന്ത്? റീറ്റെയിൽ CRM എന്ന് പറയുന്നത്. റീറ്റെയിൽ എന്താണ്? റീറ്റെയിൽ CRM മെയ്ഡ് ഫോർ ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. അപ്പോൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റിൽ വരുന്ന ഒരു ഡിസൈനാണ് റീറ്റെയിൽ CRM എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണത്? മെയ്ഡ് ഫോർ ഓൺലൈൻ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓൺലൈൻ ഷോപ്പിംഗിൽ നിങ്ങളിപ്പോൾ ഓർഡേഴ്സ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കസ്റ്റമേഴ്സിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾ ഓൺലൈൻ ഷൂ സെല്ലർ. ഓക്കെ, ആരാണ്? ഓൺലൈൻ ഷൂ വിൽക്കുന്ന ഒരാൾ യൂസസ് റീറ്റെയിൽ CRM ടു മാനേജ് എന്താണ് ഓർഡേഴ്സ് ഫ്രം ദെയർ വെബ്സൈറ്റ് ആൻഡ് സെൻഡ് SMS അപ്ഡേറ്റ് ലൈക്ക് യുവർ ഷൂസ് ആർ ഷിപ്പ്ഡ്. അല്ലേ, നിങ്ങളിപ്പോൾ ഫ്ലിപ്കാർട്ടിലൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഓൺലൈൻ ഷോപ്പിംഗ് അല്ലേ, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ അപ്ഡേറ്റ് വരില്ല, യുവർ പ്രൊഡക്റ്റ് ഈസ് ഷിപ്പ്ഡ് എന്ന് പറഞ്ഞ് അല്ലെ. അതെന്തുകൊണ്ടാണ്? അത് നിങ്ങളൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുന്നതാണ്. ഇപ്പം നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്തു, യാതൊരു കമ്മ്യൂണിക്കേഷനോ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് നിങ്ങൾക്ക് തന്നിട്ടില്ല, എന്താണ് നിങ്ങൾക്ക് അവരോടുള്ളൊരു വിശ്വാസം പോകില്ലേ. അപ്പോൾ അതാണ് എന്ത് ഇവിടെ റീറ്റെയിൽ CRM കൊണ്ട് എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് അല്ലേ, ടു മാനേജ് യുവർ ഷൂസ് ആർ ഷിപ്പ്ഡ്. അപ്പോൾ അങ്ങനെ പല എക്സാമ്പിൾസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇവിടെ കൊടുത്ത നോട്ട്സ് മാത്രമല്ല, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കുറച്ചുകൂടി എന്ത് ചെയ്യണം? നിങ്ങളായിട്ടൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൂടി, കാരണം യു ആർ MCOM സ്റ്റുഡൻസ്, നിങ്ങൾ PG പഠിക്കുന്ന ഒരു വിദ്യാർത്ഥികളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ചുകൂടി ഒരു ലെവലിൽ എന്ത് ചെയ്യണം? നിങ്ങളത് ചിന്തിച്ചെടുക്കണം. കോൺസെപ്റ്റ് ഞാൻ എന്ത് ചെയ്യും? കറക്റ്റായിട്ട് ഓരോന്ന് ഞാൻ എന്ത് ചെയ്യും ഇവിടെ പറഞ്ഞിരുന്നതാണ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ചുകൂടി നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, എനിവേ നെക്സ്റ്റ് എന്താണ്? AMO CRM എന്നാണ് നമുക്ക് നോക്കാം. ഇത് ഓരോ ടേമാണ്. ഈ ടേമൊക്കെ നിങ്ങൾ ബൈക്കാട്ട് ചെയ്യണം. മൺഡേ CRM, AMO CRM, റീറ്റെയിൽ CRM. അത് എന്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇറ്റ്സ് ഗ്രേറ്റ് ഫോർ ഫോൺ കോൾ. ഇപ്പോൾ ഓരോന്നിനും ഓരോ ബിസിനസ് ഉണ്ട്. ഓരോ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഡിസൈനും ഓരോ ബിസിനസ്സിന് സ്യൂട്ട് ആകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഏതാണ്? AMO CRM സ്യൂട്ട് ചെയ്യുന്ന ബിസിനസ് ഏതാണ്? ഫോൺ കോൾസ് ആണ്. ഫോൺ കോൾസ് ആൻഡ് മെസ്സേജസ് എന്ത് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റും? ഫോൺ കോൾസ് ആൻഡ് മെസ്സേജസ്. എക്സാമ്പിൾ എന്താണ്? ഇൻഷുറൻസ് ഏജന്റ് യൂസസ് AMO CRM ടു കോൾ കസ്റ്റമേഴ്സ് അല്ലേ. ഏറ്റവും കൂടുതൽ ഇൻഷുറൻസ് ബിസിനസ്സിലാണ് ഫോൺ കോൾസ് വേണ്ടി വരിക. ആൻഡ് കീപ് റെക്കോർഡ്സ് ലൈക്ക് ടാക്ക് ടു മിസ്റ്റർ അലി അബൌട്ട് കാർ ഇൻഷുറൻസ് അല്ലേ. ഫോളോ അപ്പ് ഇൻ 3 days. ഇന്ന് എന്താണ് സംസാരിച്ചത്? അലി എന്ന് പറഞ്ഞ ക്ലയന്റുമായിട്ട് ഇന്ന് എന്താണ് സംസാരിച്ചത്? അത് എന്ത് ചെയ്യും? കറക്റ്റ് അവിടെ റെക്കോർഡ് ചെയ്യും. അതിൻ്റെ ഒരു ടൈറ്റിൽ ഹെഡിങ് എന്ത് ചെയ്യും? അവിടെ റെക്കോർഡ് ചെയ്യും. കണ്ടല്ലേ? അപ്പോൾ ഇതെന്താണ് നമ്മൾ നോക്കണം? AMO CRM. പിന്നെ വരുന്നതാണ് പൈപ്പ് ഡ്രൈവ്. എന്താണ് പൈപ്പ് ഡ്രൈവ്? ഇറ്റ് ഈസ് വെരി വിഷ്വൽ CRM. കുറച്ചുകൂടി വിഷ്വൽ ഓറിയന്റഡ് ആണ് എന്ത് പൈപ്പ് ഡ്രൈവ് എന്ന് പറയുന്നത്. യു ക്യാൻ മൂവ് ഡീൽസ് അക്രോസ് സ്റ്റെപ്സ് ലൈക്ക് എ ചാർട്ട്. നമുക്ക് എന്താണ് കസ്റ്റമേഴ്സുമായിട്ട് നമ്മൾ ഇന്ന് എന്തൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു വിഷ്വൽ ഫോമിൽ, ഒരു ചാർട്ട് ഫോമിൽ എന്ത് ചെയ്യും? അവിടെ എങ്ങനെ എന്ത് ചെയ്യും? വരും.
എക്സാമ്പിൾ ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോ എന്ന് യൂസ് ചെയ്യുന്നത് യൂസസ് പൈപ്പ് ഡ്രൈവ് ടു മൂവ് ബുക്കിംഗ് ഫ്രം എൻക്വയറി അല്ലേ കൺഫേംഡ് ഫോട്ടോ ഡെലിവേർഡ്. ആരോ എൻക്വയറി ചെയ്തു ഫോട്ടോസിന് വേണ്ടിയിട്ട്, അത് നമ്മൾ കൺഫേം ചെയ്തു, അവർക്ക് എന്ത് ചെയ്തു ഫോട്ടോ ഡെലിവറി ചെയ്ത് കൊടുത്തു. അങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് പോലെ എന്ത് ചെയ്തു നമുക്ക് ഇങ്ങനെ കാണിച്ചു തരും. ഓക്കെ, അപ്പം അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഓരോ കാര്യങ്ങളും ചെയ്യാം ഇൻ പൈപ്പ് ഡ്രൈവ്. പൈപ്പ് ഡ്രൈവ് എന്നാണ് നമ്മളിപ്പോൾ കസ്റ്റമേഴ്സായി നമ്മൾ എന്തൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളത് ഒരു വിഷ്വൽ ഫോമിൽ നമുക്ക് കാണിച്ചു തരുന്നതാണ് എന്ത് ഈ ഒരു പൈപ്പ് ഡ്രൈവ് CRM എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി വരുന്നതാണ് NVCRM. എന്താണ് NVCRM? ഇറ്റ് ഈസ് വെരി ഈസി ആൻഡ് സിമ്പിൾ. വളരെ ഈസി ആയിട്ട് എന്താ പറയുക യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ഡിസൈനാണ് എന്ത് NVCRM എന്ന് പറയുന്നത്. ഇറ്റ് ടെൽസ് യു വാട്ട് ടു ഡു നെക്സ്റ്റ്. അപ്പോൾ നിങ്ങൾ അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് എന്ത് ചെയ്യും ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. എ സോളോ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഫിനിഷസ് 1 അപ്പോയിന്റ്മെന്റ് ആൻഡ് NV റിമൈൻഡേഴ്സ് സെൻഡ് ഫോട്ടോ സാമ്പിൾസ് ടു ദ ബ്രൈഡ് ടുമാറോ. നിങ്ങൾ എന്ത് ചെയ്യണം, അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ത് ചെയ്തു ഒരു അപ്പോയിന്റ്മെന്റ് അവിടെ ഫിനിഷ് ചെയ്തു. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഫോട്ടോസ് ഒരു ബ്രൈഡിന് നിങ്ങൾ നാളെ അയച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ വാട്ട് ഡു നെക്സ്റ്റ് ആണ് നാളെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാകുന്ന സമയത്ത് കസ്റ്റമേഴ്സായിട്ട് നല്ലൊരു ബന്ധം എന്ത് ചെയ്യാൻ പറ്റും, സ്ഥാപിച്ചെടുക്കാൻ പറ്റും. പിന്നെ വരുന്നതാണ് വൈറ്റ് ക്ലയൻസ്. ഇറ്റ്സ് ബെസ്റ്റ് ഫോർ ബ്യൂട്ടി പാർലേഴ്സ് ആണ്. ഓരോന്നിനും ഓരോ ബിസിനസ് ഉണ്ട് കേട്ടോ. ബ്യൂട്ടി പാർലേഴ്സ്, സലൂൺസ്, ജിമ്മൊക്കെ വളരെ സൂട്ടബിൾ ആയിട്ട് വരുന്ന ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഡിസൈൻ ആണ് എന്ത് വൈറ്റ് ക്ലയൻസ്. ഓക്കെ, വൈറ്റ് ക്ലയൻസ് ഇറ്റ് ഹെൽപ്സ് വിത്ത് അപ്പോയിന്റ്മെന്റ്സ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ എ സലൂൺ ഓണർ യൂസസ് വൈറ്റ് ക്ലയൻ ടു അലോ ക്ലയൻസ് ടു ബുക്ക് സ്ലോട്ട്സ് ഓൺലൈൻ ആൻഡ് ഓട്ടോമാറ്റിക്കലി സെൻഡ് ദ SMS റിമൈൻഡേഴ്സ്. വൈറ്റ് ക്ലയൻസ് ചില ബുക്കിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ ബ്യൂട്ടി പാർലേഴ്സിൽ ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ മൂവി ടിക്കറ്റ് പറയാം. മൂവി ടിക്കറ്റ് ഒക്കെ എന്ത് ചെയ്യാം ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് തന്നെ പറയാൻ പറ്റും. സ്ലോട്ട് അവൈലബിൾ ആണെങ്കിൽ എന്താണ് നമുക്ക്, അല്ലെങ്കിൽ ഒരു ബാഡ്മിൻ്റണിലൊക്കെ നിങ്ങൾ ബുക്ക് ചെയ്യുക, ബാഡ്മിൻ്റൺ കോർട്ടൊക്കെ നമ്മൾ ബുക്ക് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ സ്ലോട്ട് അവൈലബിൾ ആണെങ്കിൽ എന്ത് ചെയ്യുക അവർക്കത് മെസ്സേജസ് പോവാം, ഇന്ന ഡേറ്റിന് ഇന്ന സ്ലോട്ട് അവൈലബിൾ, നിങ്ങൾക്ക് ഇവിടെ വരാം. അപ്പം അങ്ങനെ പറയാം. ഇനി വരുന്നത് S2CRM ആണ്. S2CRM എന്നാണ് ഓൾ ഇൻ വൺ CRM. സ്മോൾ കമ്പനീസ് ആണ്. നമ്മളിപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും കസ്റ്റമേഴ്സുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ട എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് ഒന്നിൽ കിട്ടുന്ന രീതിയിൽ ഷോർട്ട് ടാസ്ക്, അതുപോലെ തന്നെ സെൻഡ് അപ്ഡേറ്റ്സ് ടു കസ്റ്റമേഴ്സിന്റെ അപ്ഡേറ്റ്സ് സെൻഡ് ചെയ്യും. അപ്പോൾ കൊറിയർ ഡെലിവറി ഷോപ്പ് എന്താണ് യൂസസ് S2CRM ടു ലോഗ് പാർസൽസ്, ഓട്ടോ സെൻഡ് ടെക്സ്റ്റ് ലൈക്ക് യുവർ ഡെലിവറി വിൽ അറൈവ് ടുഡേ. അപ്പം അങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനാണ് പറയുന്നത് S2CRM എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമുക്ക് 12ഓളം CRM ആണ്. CRMന്റെ ഡിസൈനാണ് നമ്മൾ പഠിച്ചത്. പിന്നെ അത് ലാർജ് കമ്പനീസിനും സ്മോൾ കമ്പനീസിനായിട്ട് എന്തുണ്ട്, അങ്ങനെ 12ഓളം CRMs എന്ത് ചെയ്തു നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഓരോ CRM ഓരോ ബിസിനസ്സിന് എന്താണ് സൂട്ടബിൾ ആണ്. കണ്ടല്ലേ, ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബിഗ് കമ്പനീസിന് യൂസ് ചെയ്യുന്നതാണ് സെയിൽസ് ഫോഴ്സും സോഹോ CRM. സ്മോൾ ബിസിനസ്സിന് HubSpot, Gmail ഓഫ്റ്റൻ എന്നാണ് നെറ്റ് ഹണ്ട് CRM. ഓൺലൈൻ ഷോപ്പ് ആണെങ്കിൽ റീറ്റെയിൽ CRM. ക്ലയൻസുമായിട്ട് ടോക്ക് ആണെങ്കിൽ എന്താണ് ആമോ CRM, പൈപ്പ് ഡ്രൈവ് എന്ന് പറയാം. സലൂണോ ജിമ്മോ ആണെങ്കിൽ എന്താണ് വൈറ്റ് ക്ലയൻസ്. അതുപോലെ തന്നെ സൂപ്പർ ഈസി സിസ്റ്റം, കുറച്ചുകൂടി ഈസി ആയിട്ടാണ് NVCRM അല്ലെങ്കിൽ S2CRM. അങ്ങനെ എന്തുണ്ട് ഓരോ ബിസിനസ്സിനും ഓരോ നാച്ചുറൽ ബിസിനസ്സിനും ഓരോ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ടൈപ്പ് ഉണ്ട്, ഡിസൈൻ ഉണ്ട്. ഓക്കെ, ഇത് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് SA ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന ഷുവർ ഏരിയ ആണ്. ഇത് എന്ത് ചെയ്യണം, നിങ്ങൾ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം അവിടെ പഠിച്ചിരിക്കണം. ഓക്കെ, നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഡിസൈനിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അത് നിങ്ങൾക്ക് കോമൺ സെൻസിൽ എഴുതാൻ പറ്റും. എന്താണ്, ഒന്ന് സെയിൽസ് ഫ്യൂണൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ട്രാക്ക് ഡീൽ സ്റ്റെപ്സ് കറക്റ്റ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. പൈപ്പ് ഡ്രൈവ്, ഡാഷ്ബോർഡ് ഉണ്ടായിരിക്കണം. ഷോ ടുഡേസ് ടാസ്ക്. ഡാഷ്ബോർഡ് മീൻസ് ഇന്ന് നമ്മൾ എന്തൊക്കെ ചെയ്തു, കസ്റ്റമേഴ്സുമായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എന്ത് ചെയ്തു. ആൻഡ് HubSpot എന്താ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. നല്ല കോൺടാക്ട് ഉണ്ടായിരിക്കണം കസ്റ്റമേഴ്സിന് ഇൻഫോ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സോഹോ CRM പറയാം. നല്ല റിപ്പോർട്ട്സ് കൊടുക്കുക, സെയിൽസ് റിപ്പോർട്ട്സ്, സെയിൽസിന് ചാർട്ട്. ഇന്ന് നമ്മൾ എത്ര വിറ്റിട്ടുണ്ട്, ഇന്നലെ വിറ്റത്, ഇപ്പം ഇങ്ങനെ ഒരു ഡേറ്റിൽ ഇന്നലെ ഇത്ര വിറ്റു, ഇന്ന് എന്ത് ചെയ്തു നമ്മൾ ഇത്ര വിറ്റു, ഇങ്ങനെ ചാർട്ട് വൈസ് എന്ത് നമുക്ക് കൊടുക്കാം പെർസെൻറ്റേജ്. അതിന് നമുക്ക് എന്ത് പറയാം, സെയിൽസ് ഫോഴ്സ് എന്ന് പറയാം. പിന്നെ റിമൈൻഡേഴ്സ് എന്താണ് അലേർട്ട് ഫോർ ഫോളോ അപ്പ്. നമ്മൾ കസ്റ്റമേഴ്സിന്റെ ഒരു പ്രൊഡക്റ്റ് വിറ്റു, ഇനി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇനി ഏത് ഡേറ്റിലാണ് കസ്റ്റമേഴ്സായിട്ട് നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പം അങ്ങനെ അതിന് ഫ്രഷ് വർക്ക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി മൊബൈൽ യൂസ് ആണെങ്കിൽ എന്താണ് യൂസ് എനി ഓൺ ഫോൺ എനിവെയർ. ഫോണിലൂടെ നമുക്ക് കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് മൺഡേ CRM എന്ന് പറയാം. ഇനി ഓട്ടോമാറ്റിക് ടാസ്ക്, നമ്മളിപ്പോൾ കസ്റ്റമർ ആയിട്ട് ചെയ്യേണ്ട കമ്പനി ചെയ്യേണ്ട ടാസ്ക് ഒക്കെ നമുക്ക് ഓട്ടോമാറ്റിക് ആക്കണമെങ്കിൽ എന്താണ് NVCRM എന്ന് പറയാം. അപ്പം അങ്ങനെ ഓരോന്നിരുന്നുണ്ട് ഓരോ ഫീച്ചേഴ്സ് ഉണ്ട്. ഈ ഫീച്ചേഴ്സ് എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ CRM ഇൻഫ്രാസ്ട്രക്ചർ ഇൻറ്റഗ്രേഷൻ ആണ്. അപ്പോൾ ഈ CRM എന്താണ്, ഇലക്ട്രോണിക് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻറ്റഗ്രേഷൻ. 4 തരത്തിലാണ്. ഒന്ന് കസ്റ്റമർ കണ്ടന്റ് ഇൻറ്റഗ്രേഷൻ. ഇത് നിങ്ങൾക്ക് ഒരു SA ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു SA ക്വസ്റ്റ്യൻ വരാം. ഒന്നെന്താണ് കണ്ടന്റ് ഇൻറ്റഗ്രേഷൻ ആണ്. മീൻസ് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് കൺസ്യൂമർ വാണ്ട്. കൺസ്യൂമേഴ്സിന് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക, ഒരു ഇൻറ്റഗ്രേഷൻ ആണത്.
ഇപ്പോൾ എക്സാമ്പിൾ നെറ്റ്ഫ്ലിക്സ് റെക്കമെൻഡ് ഷോ ബേസ്ഡ് ഓൺ യുവർ പാസ്റ്റ് വ്യൂയിങ് ഹാബിറ്റ്. അങ്ങനെയല്ലേ? നിങ്ങളിപ്പോൾ യൂട്യൂബിൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും വീഡിയോ സെർച്ച് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ മീൻസ് എന്താ പറയുക, എങ്ങനെയാണ് വരിക? നിങ്ങൾ എന്താണോ യൂട്യൂബിൽ സെർച്ച് ചെയ്തത്, ഇപ്പോൾ നിങ്ങൾ എഡ്യൂക്കേഷനെ കുറിച്ച് അല്ലെങ്കിൽ ഹെൽത്തിനെ കുറിച്ചാണ് സെർച്ച് ചെയ്തതെങ്കിൽ നിങ്ങൾ ഹെൽത്തിനെ കുറിച്ചുള്ള വീഡിയോസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, യൂട്യൂബ് തരുന്നുള്ളൂ. ഇനി കോൺടാക്ട് മാനേജ്മെന്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 24/7 ഡാറ്റ ആക്സസ്, കസ്റ്റമേഴ്സിന് നമ്മുടെ ബിസിനസ്സുമായിട്ട് 24/7 സമയവും എന്താ പറയുക കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി എന്ത് ചെയ്യാൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഹോട്ടൽ CRM ലെറ്റ് ഹൗസ് കീപ്പിംഗ് ആൻഡ് ഫ്രണ്ട് ഡെസ്ക് വ്യൂ ഗസ്റ്റ് പ്രിഫറൻസസ്. ഹോട്ടലിലെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് 24 മണിക്കൂർ ഓപ്പൺ ആണ്. ഇനി എന്താണ്, എക്സ്റ്റൻഡ് എന്റർപ്രൈസ് ഇന്റഗ്രേഷൻ ആണ്. അപ്പോൾ കൊളാബറേറ്റിംഗ് വിത്ത് പാർട്ട്നേഴ്സ് എന്ന് പറയും. അപ്പോൾ പാർട്ട്നേഴ്സുമായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ കൊളാബറേറ്റ് ചെയ്യാം. ഈ കാർ കമ്പനി CRM കണക്ട് വിത്ത് ഡീലർഷിപ്പ് നെറ്റ്വർക്ക്. കണ്ടില്ലേ? ഒരു നമ്മൾ കാർ മീൻസ് ഡീലർഷിപ്പ് ഒരു ബിസിനസ് ആണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഡീൽ ചെയ്യുന്ന ആളുകൾ ഒരു ഇന്റർമീഡിയറി ആണ്. ഒരു കാർ കമ്പനിയും ഒരു ഡീലർഷിപ്പ് ഒരു ഡീലറുമായിട്ട് എന്ത് ചെയ്യുക, ഒരു കൈൻഡ് ഓഫ് കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിനെന്ത് പറയാം, നമുക്ക് എക്സ്റ്റൻഡ് എന്റർപ്രൈസ് ഇന്റഗ്രേഷൻ എന്ത് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റും. ഇനി വരുന്നതാണ് എന്ത്, സിസ്റ്റം ഇന്റഗ്രേഷൻ. എന്താ സിസ്റ്റം ഇന്റഗ്രേഷൻ? ഇറ്റ് മെർജസ് ഡാറ്റാ ബേസ്, കോൾ സെന്റേഴ്സ് ആൻഡ് ആപ്പ് എന്നത് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഡാറ്റാ ബേസും കോൾ സെന്റേഴ്സും ആപ്പൊക്കെ അത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതാണ് എന്ത്, സിസ്റ്റം ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ എന്താ, ഒരു ടെലികോം CRM ലോഗ്സ് ഓൾ ഫോൺ, ചാറ്റ്, ഇമെയിൽ. ഇപ്പോൾ ഒരു ടെലികോം CRM എന്താ, ഒരു ടെലികോം ബിസിനസ്സിൽ വേണ്ട കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എപ്പോഴും എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, കൊളാബറേറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ്, എല്ലാ ഫോൺ കോൾസ്, ചാറ്റുകൾ, ഇമെയിൽ സപ്പോർട്ട് ഇൻ വൺ പ്ലേസ്, ഒരു പ്ലേസിൽ എന്ത് ചെയ്യണം, ഇവിടെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇനിയാണ് എന്ത് പറയുന്നത്, ഈ CRM ഇൻഫ്രാസ്ട്രക്ചർ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾക്ക് ഒരു 5 മാർക്കിനെ ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. കസ്റ്റമർ കണ്ടന്റ്, കോൺടാക്ട് മാനേജ്മെന്റ്, വേർഡ് തന്നെ ഉണ്ട്, ടൈറ്റിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പഠിക്കുക, എക്സ്റ്റൻഡ് എന്റർപ്രൈസ്, സിസ്റ്റം ഇന്റഗ്രേഷൻ എന്ന് നമുക്ക് പറയാം. ഇനി CRMൽ വരുന്ന റീസെന്റ് ആയിട്ട് വരുന്ന ട്രെൻഡ് എന്തൊക്കെയാണ്? CRM ട്രെൻഡ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ CRMൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഇന്നത്തെ മാറ്റങ്ങൾ എന്താണ്, ഇതെല്ലാം ഓട്ടോമാറ്റിക് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്ത്, AI പവേർഡ് CRM ആണ്. അപ്പോൾ ക്യാറ്റ് ബോട്ട്സ്, ലീഡിംഗ് സ്കോറിംഗ്, റീറ്റെയിൽ ടൈം ഓഫേഴ്സ്. AI ചാറ്റ് ബോക്സ് എന്താണ് ചെയ്യുന്നത്, കളക്ട് കസ്റ്റമർ ഇൻഫോ ബിഫോർ ഫോർവേഡിംഗ് ടു എ ഹ്യൂമൻ ഏജന്റ് അല്ലെ. കറക്റ്റ് എന്ത് ചെയ്ത് നമുക്ക് കിട്ടും, കസ്റ്റമേഴ്സിന് ഇൻഫോർമേഷൻ ഒക്കെ കിട്ടും. ഇനി പ്രോസസ് എന്താണ്, ഓട്ടോമേഷൻ ആണ്. ഇവിടെ എന്താണ്, ഓട്ടോമേറ്റ്സ് ടാസ്ക് ലൈക്ക് സെൻഡിങ് അപ്ഡേറ്റ്സ്, ഫോളോ അപ്സ്. നമ്മൾ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വിറ്റു, ഇനി പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യും, AI വന്ന് ചെയ്തോളൂ. ഇതാണ് എക്സാമ്പിൾ. ഇപ്പോൾ CRM ഓട്ടോ സെൻസ് ഇമെയിൽ വെൻ സർവീസ് ടിക്കറ്റ് എന്താണ് റിസോൾവ്ഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ വരുന്ന വോയിസ് ഇന്റഗ്രേഷൻ ആണ്. CRM വർക്ക് വിത്ത് വോയിസ് അസിസ്റ്റൻസ് ആണ്. നമ്മളിപ്പോൾ ഗൂഗിൾ അസിസ്റ്റന്റിനോട് നമ്മൾ കാര്യങ്ങൾ ചോദിക്കുന്നില്ലേ, അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നാളെ നമ്മൾ കസ്റ്റമേഴ്സിനോട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതാണ് എ മാനേജർ ആസ്ക് ഗൂഗിൾ അസിസ്റ്റന്റ് ഫോർ എന്നാണ് സെയിൽസ് റിപ്പോർട്ട് ഫ്രം ദ CRM എന്ന് നമുക്ക് പറയാൻ പറ്റും. മാനേജർ ആസ്ക് ഗൂഗിൾ അസിസ്റ്റന്റ് ഫോർ സെയിൽസ് റിപ്പോർട്ട് ഫ്രം CRM, ഐ മീൻ ഫ്രം ദ CRM അല്ലെ. സെയിൽസ് റിപ്പോർട്ട് എത്രത്തോളം ഉണ്ട്, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ചോദിച്ചിട്ട് വാങ്ങിക്കാൻ പറ്റും. അതിനാണ് പറയുന്നത് വോയിസ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. CRM വർക്ക് വിത്ത് വോയിസ് എന്താണ് അസിസ്റ്റൻസ് എന്ത് ചെയ്യാൻ നമുക്ക് പറയാം. പിന്നെ വരുന്നതാണ് ബ്ലോക്ക് ചെയിൻ CRM ഉണ്ട്. ബ്ലോക്ക് ചെയിൻ CRM എന്താ ചെയ്യുന്നത്, ഇറ്റ് ഇംപ്രൂവ്സ് ഡാറ്റ പ്രൈവസി ആൻഡ് കൺട്രോൾ. ഡാറ്റ പ്രൈവസി കൺട്രോൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് ബ്ലോക്ക് ചെയിൻ CRM. എക്സാമ്പിൾ, ഹെൽത്ത് കെയർ CRM യൂസസ് എന്താണ്, ബ്ലോക്ക് ചെയിൻ ടു സ്റ്റോർ പേഷ്യന്റ് ഡാറ്റ സെക്യൂർലി. അങ്ങനെ പറയൂല. ബ്ലോക്ക് ചെയിൻ എന്താണ്, ഇറ്റ് ഇംപ്രൂവ്സ് ഡാറ്റ പ്രൈവസി ആൻഡ് കൺട്രോൾ എന്ന് പറയും. അപ്പോൾ ഡാറ്റ പ്രൈവസി കൺട്രോൾ എന്ത് ചെയ്യുന്നത്, ഇംപ്രൂവ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ കസ്റ്റമേഴ്സുമായിട്ട് നമ്മൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സിന്റെ ഡാറ്റാസ് നമ്മൾ എന്താ പറയുക, നമ്മുടെ ബിസിനസ്സിന് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഇവിടെ ഹെൽത്ത് കെയർ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അവർ എന്ത് ചെയ്യുക, ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്യും. ബ്ലോക്ക് ചെയിൻ എന്താ യൂസ് ചെയ്യുന്നത്, ബ്ലോക്ക് ചെയിൻ മീൻസ് നമ്മളിപ്പോൾ കസ്റ്റമേഴ്സിന് ഇൻഫോർമേഷൻ നമ്മൾ എന്ത് ചെയ്യണം, മറ്റൊരാൾക്ക് പോകാത്ത രീതിയിൽ എന്ത് ചെയ്യണം, നമ്മളത് കീപ്പ് ചെയ്യണം. അത് കസ്റ്റമേഴ്സിന്റെ ഒരു ട്രസ്റ്റ് ആണ്, നമ്മളോട് ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ ഞാനത് പറയുന്നത് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഓരോ ട്രെൻഡാണ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റിൽ റീസെന്റ് ആയിട്ട് വന്ന ചില ട്രെൻഡുകളാണ് ഇതൊക്കെ. അപ്പോൾ എന്താണ്, AI പ്രോസസ് ഓട്ടോമേഷൻ, വോയിസ് ഇന്റഗ്രേഷൻ, ബ്ലോക്ക് ചെയിൻ. ബ്ലോക്ക് ചെയിൻ മീൻസ് കുറച്ചുകൂടി പ്രൈവസി എന്താണ് ഓറിയന്റഡ് ആണ്. ഇനി വരുന്ന എന്താണ്, ബെനിഫിറ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ഇതിന്റെ ബെനിഫിറ്റ്, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, ആലോചിച്ച് പറയാൻ പറ്റും എന്തൊക്കെയാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റിന്റെ ബെനിഫിറ്റ്. ഒന്നാണ്, ഇറ്റ് എൻഹാൻസ് കസ്റ്റമർ എക്സ്പീരിയൻസ് ആൻഡ് ലോയാലിറ്റി. ഓക്കെ, കസ്റ്റമേഴ്സിന്റെ എക്സ്പീരിയൻസ്, കസ്റ്റമേഴ്സ് നമ്മളോടുള്ള അടുപ്പം കൂട്ടും, നമ്മളുടെ റവന്യൂ കൂടും അല്ലേ. അത്രയും കസ്റ്റമേഴ്സ് കൂടുന്തോറും നമ്മുടെ റവന്യൂ കൂടും. പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ്. പിന്നെ എന്താണ്, ഡാറ്റ ഡ്യൂപ്ലിക്കേഷൻ റെഡ്യൂസ് ചെയ്യും, നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ട് നല്ലൊരു കോർഡിനേഷൻ, സെയിൽസും സർവീസ് സപ്പോർട്ടൊക്കെ ആയിട്ട് നല്ലൊരു കോർഡിനേഷൻ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ടെലികോം ഓപ്പറേറ്റർ യൂസസ് CRM ടു ട്രാക്ക് കസ്റ്റമർ കംപ്ലയിൻസ്, ഓട്ടോമാറ്റിക്കലി അസൈൻ ദ ഇഷ്യൂ ടു ദ റെലവന്റ് ഡിപ്പാർട്ട്മെന്റ്, റെഡ്യൂസിങ് റെസൊല്യൂഷൻ എന്നാണ് ടൈം. അപ്പോൾ ഇങ്ങനെ എന്താ സൊല്യൂഷൻസ് കൊടുക്കുക. ഇത് ഞാൻ എക്സാമ്പിൾ ജസ്റ്റ് കൊടുത്താണ്, നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓരോ പോയിന്റ്സിന് ഓരോ എക്സാമ്പിൾസ് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇതൊക്കെയാണ് ബെനിഫിറ്റ്സ് ഓഫ് എന്ത്, CRM കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ് ഇതൊക്കെയാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ
ഇതാണ് നമ്മൾ എന്താണ് ബ്ലോക്ക് 2-ലെ യൂണിറ്റ് നമ്പർ 1-ൽ നമുക്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് അല്ലേ, അതിൽ നമുക്ക് എന്ത് ചെയ്തത് ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലോക്ക് നമ്പർ 2 എന്താണ്, ഈ ബിസിനസ് ടെക്നോളജീസ് ആണ്. ഇതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ടെക്നോളജിയാണ് എന്ത്, ഈ CRM അല്ലെങ്കിൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലോക്ക് നമ്പർ 1 ആണ് എന്ത് ചെയ്തത് നമ്മളിന്ന് ഇവിടെ എന്ത് ചെയ്തത് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, അത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം നിങ്ങളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇതുവരെ എടുത്ത ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ എന്താണ് ഇതുവരെ എടുത്ത നമ്മൾ ഏതാണ് ബ്ലോക്ക് ഏതാണ്, ബ്ലോക്ക് നമ്പർ 2 ആണ് അല്ലേ. അപ്പോൾ ബ്ലോക്ക് നമ്പർ 2-ൽ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്തു ഡിസ്കസ് ചെയ്തു. ബ്ലോക്ക് നമ്പർ 2 ഈ ബിസിനസ് ടെക്നോളജീസ് അല്ലെങ്കിൽ എന്താണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഇത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് നിങ്ങൾക്ക് ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ വിച്ച് മീൻസ് നിങ്ങൾ എങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത് ഈ ഒരു ചാപ്റ്ററിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ പ്ലേ ചെയ്യുന്നത്. ഈ വീഡിയോ എന്ത് ചെയ്യുക നിങ്ങൾ കാണാം. ഈ വീഡിയോയും ഈ ചാപ്റ്ററിലെ കണ്ടന്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വളരെയധികം കണക്ട് ആകാൻ പറ്റും. ഓക്കെ, SEM manages the flow of goods, services, and info from raw material to customer. Why adopt SEM? Let's look at the top reasons. It connects all parts of the value chain in one smooth network. SEM improves transport and warehouse coordination. It cuts costs by reducing waste and inefficiencies. It speeds up delivery and reduces delays. SEM boosts customer satisfaction and service. It helps detect and manage risks early. It lets businesses adapt to changing demand fast. SEM enables AI and real-time tech. Manages the flow of goods, services, and info from raw material to customer. Why adopt SEM? Let's look at the top reasons. Final consumer it connects all parts of the value chain in one smooth network. SEM improves transport and warehouse coordination. Supply customers നമ്മുടെ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് it cuts costs by reducing waste and inefficiencies. സ്ഥാപിച്ചെടുക്കുന്നത് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ചില കണ്ടന്റ്സ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. Delivery and reduces delays. ഡെലിവറി അറിയാം. SEM boosts customer satisfaction and ഓൺലൈൻ service. എന്താ പറയാ മെസ്സേജസ് പറയാം, ഓൺലൈൻ എൻക്വയറി പറയാം. It helps detect and manage risks. സെയിൽസ് കൂടും ആ സമയത്ത്, കസ്റ്റമറായിട്ട് റിലേഷൻ ഉണ്ടാകുന്ന സമയത്ത് കൂടുന്ന സെയിൽസ് ആണ്. സെയിൽസ് കൂടുമ്പോൾ പ്രോഫിറ്റ് കൂടും. SEM enables AI and real-time tech. അപ്പോൾ അതാണ് ഒരു ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടിന് വേണ്ടി കൊടുത്ത വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ CRM എന്ത് ചെയ്ത് നമ്മൾ ഓരോ ടോപ്പിക് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിവേ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബ്ലോക്ക് നമ്പർ 2-ലെ നെക്സ്റ്റ് ബ്ലോക്ക് ഐ മീൻ നെക്സ്റ്റ് ചാപ്റ്റർ എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എനിവേ താങ്ക് യു.